ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി 4 മണി പലഹാരമാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ 2 മീഡിയം സൈസ് സവാള നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എരിവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഞാൻ 2 നല്ല എരിവുള്ള 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വരുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരല്പം കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയില ഇല്ലെങ്കിൽ ഇതിന് പകരം കറിവേപ്പിലയും യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ മീറ്റ് മസാലയാണ്. വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ മീറ്റ് മസാലയ്ക്ക് പകരം ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ അതായാലും മതിയാകും. ഈ മസാലപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് നിരടി യോജിപ്പിക്കുക. ആ ഉപ്പും ഈ മസാലയൊക്കെ ഉള്ളിയുടെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് കൈകൊണ്ടൊന്ന് നിരടി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി 4 മണി പലഹാരമാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഈ കോഴിമുട്ട കഴിക്കാത്തവരാണെങ്കിൽ അതിന് പകരം നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 3 ബ്രെഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബ്രെഡ് കൈ കൊണ്ടൊന്ന് പിച്ച് കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം നമ്മളിതെല്ലാം കൂടി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് നിരടി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊന്ന് നിരടി യോജിപ്പിച്ചെടുക്കുക. ബ്രെഡിൻ്റെ സൈഡൊന്നും കളയണമെന്നില്ല കേട്ടോ. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതാണല്ലോ. നമ്മളിതിങ്ങനെ യോജിപ്പിക്കുന്ന സമയത്ത് ഇനി ഇതിലേക്ക് കടലമാവ് എന്തെങ്കിലും വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് നനയ്ക്കേണ്ട ആവശ്യമില്ല. ആ ഉള്ളിയുടെ നനവിലും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മുട്ടയുടെ നനവിലും നമുക്കിത് നന്നായിട്ടിത് കുഴഞ്ഞു കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഒരല്പം കടലമാവ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വരുന്ന കടലമാവ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാൻ നോക്കണം കേട്ടോ. ഞാൻ ആ ഒരു കൈ കണ്ടില്ലേ, ആ ഒരു അളവിലുള്ള സ്പൂണിലാണ് കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, നമുക്ക് ആ ഉള്ളിയുടെയും അതുപോലെ തന്നെ മുട്ടയുടെയും നനവിൽ നന്നായിട്ട് ഇത് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. നന്നായി ചൂടായി വന്നപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ നിന്നൊരല്പം കുറച്ച് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലും വെക്കേണ്ട, അതിൽ നിന്നൊരല്പം ഹൈ ഫ്ലെയിമിൽ നിന്നൊരല്പം കുറച്ച് വെക്കുക. എന്നിട്ട് ഈ ഒരു രീതിയിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്കിത് ഷേപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ നുള്ളിയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അത് നമ്മുടെ ഇഷ്ടത്തിനും ടേസ്റ്റിനും അനുസരിച്ച് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2 ഉള്ളിയും ഒരു കോഴിമുട്ടയും ഒക്കെ ഒരു 3 ബ്രെഡൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി 4 മണി പലഹാരമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. കമൻസൊക്കെ വളരെ കുറവായിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ. ഇതിപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കുട്ടികൾക്ക് പോലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി 4 മണി പലഹാരമാണ്. അധികം ചിലവുകളൊന്നുമില്ല. നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ മാത്രമാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കുകയും ചെയ്യും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് തീർച്ചയായും എത്തുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.